അഹങ്കാരവും അധികാര ശക്തിയും കൊണ്ട് ഒരു പരമാധികാര രാഷ്ട്രത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചവർക്ക് കാലം കരുതി വെച്ച മറുപടിയാണ് ഇന്ന് പശ്ചിമേഷ്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക എന്ന മഹാശക്തിയുടെ തണലിൽ എന്തുമാകാം എന്ന അമിത വിശ്വാസത്തോടെ ഇറാന്റെ മണ്ണിൽ അശാന്തി വിതയ്ക്കാനും അവിടുത്തെ ഭരണകൂടത്തെ തകർക്കാനും ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേലിന് ഇന്ന് സ്വന്തം പിഴവുകളുടെ ഭാരം പേറേണ്ടി വന്നിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി ഇറാനെതിരെ ഇസ്രായേൽ നടത്തി വരുന്ന രഹസ്യ നീക്കങ്ങളും അട്ടിമറി ശ്രമങ്ങളും സൈനിക പ്രകോപനങ്ങളും അതിന്റെ പരകോടിയിലെത്തിയ ഒരു യുദ്ധസമാന സാഹചര്യമായിരുന്നു. എന്നാൽ സാമ്രാജ്യത്വ ശക്തികളുടെ ആയുധബലത്തിന് മുന്നിൽ ആത്മവീര്യം പണയം വെക്കാത്ത ഒരു ജനതയുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ നെതന്യാഹുവിനും സഖ്യകക്ഷികൾക്കും ഒടുവിൽ തലകുനിക്കേണ്ട അവസ്ഥയാണ് വന്നു ചേർന്നത്. ഇറാനെ തകർക്കാൻ നോക്കിയ ഇസ്രായേലിന് ഒടുവിൽ ലഭിച്ചത് സ്വന്തം ജനതയുടെ കനത്ത പ്രതിഷേധവും തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലെ തീരാത്ത ചീത്ത പേരും മാത്രമാണ്. യുദ്ധക്കൊതി മൂത്ത ഒരു ഭരണാധികാരിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഒരു രാജ്യത്തെ എങ്ങനെ ഒറ്റപ്പെടുത്തുമെന്നതിന് ഇസ്രായേൽ ഇന്ന് ഉദാഹരണമായി മാറിക്കഴിഞ്ഞു. നേരെ മറിച്ച് വൻ ശക്തികളുടെ ഉപരോധങ്ങളെയും ഭീഷണികളെയും പുഞ്ചിരിയോടെ നേരിട്ട ഇറാൻ തങ്ങളുടെ നട്ടെല്ല് വളയുകയില്ല എന്ന് ലോകത്തിന് ഒരിക്കൽ കൂടി കാട്ടിക്കൊടുത്തു. ഇതൊരു സൈനിക വിജയം മാത്രമല്ല, മറിച്ച് അടിച്ചമർത്താൻ വരുന്ന ഏതൊരു ശക്തിക്കെതിരെയും ഒരു രാജ്യം പുലർത്തേണ്ട ആത്മാഭിമാനത്തിന്റെ വലിയൊരു വിജയമാണ്. ഇറാന്റെ ഈ ചെറുത്തുനിൽപ്പ് വരുംകാല ചരിത്രത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഉജ്ജ്വലമായ അധ്യായമായി നിലകൊള്ളും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. എന്താണ് അവിടുത്തെ പുതിയ വാർത്ത? പശ്ചിമേഷ്യയിൽ ആധിപത്യം ഉറപ്പിക്കാനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുടെ പിന്തുണയോടെ ആരംഭിച്ച സൈനിക നീക്കങ്ങൾ ഇന്ന് ഇസ്രായേലിന് തന്നെ തിരിച്ചടിയായി മാറുന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇറാന്റെ കരുത്തിനെയും അവിടുത്തെ ഭരണകൂടത്തിന്റെ നിശ്ചയദാർഢ്യത്തെയും കുറച്ചു കാണിച്ചുകൊണ്ട് ആരംഭിച്ച ഈ മഹായുദ്ധം യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ തന്ത്രപരമായ പരാജയത്തെയാണ് വിളിച്ചു പറയുന്നത്. ഇറാനെ പെട്ടെന്ന് തകർക്കാമെന്ന നെതന്യാഹുവിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയെന്ന് മാത്രമല്ല, യുദ്ധം നീണ്ടുപോയതോടെ പ്രതിരോധത്തിന്റെ പുതിയ മുഖം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ ഇറാന് സാധിക്കുകയും ചെയ്തു. ഒരു വശത്ത് അമേരിക്കയുടെ പണവും ആയുധബലവും ഒക്കെ ഉണ്ടായിരുന്നിട്ട് കൂടി ഇറാന്റെ അചഞ്ചലമായ നിലപാടുകൾക്ക് മുന്നിൽ ഇസ്രായേലിന്റെ യുദ്ധതന്ത്രങ്ങൾ തോറ്റുപോകുന്ന കാഴ്ച ലോകം കണ്ടു. ലോകരാഷ്ട്രങ്ങളുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി അമേരിക്കയ്ക്ക് ഒടുവിൽ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ സൈനികമായും നയതന്ത്രപരമായും ഇസ്രായേൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിലായി. അതായത് ഇസ്രായേൽ ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ നാണം കെട്ടു എന്നർത്ഥം. ഈ യുദ്ധം അവരാരംഭിച്ചതാണ്, ഇറാൻ ആരംഭിച്ച ഒരു യുദ്ധവുമല്ല. ഇറാനിലെയും ഇസ്രായേലിലെയും ജനങ്ങൾക്ക് മാത്രമല്ല, പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കി. പശ്ചിമേഷ്യയിലെ യുദ്ധം കൊണ്ട് നമ്മൾ ഇന്ത്യക്കാർക്കടക്കം പ്രത്യക്ഷത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാസികളിൽ പലരുടെയും ശമ്പളം വെട്ടിക്കുറച്ചു, ഗ്യാസ് വില, പെട്രോൾ വില ഒക്കെ കൂടി. പക്ഷെ അതിനോടൊപ്പം ചില അവസരങ്ങൾ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പണം വളർത്താനുള്ള മികച്ച അവസരം ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ്. കാരണം ഇപ്പോൾ പല പ്രമുഖ കമ്പനികളുടെയും സ്റ്റോക്കുകൾ വില കുറഞ്ഞ സമയമാണ്. ഇപ്പോൾ വിലക്കുറവിൽ ഇത്തരം സ്റ്റോക്കുകൾ വാങ്ങിയാൽ വില കൂടുമ്പോൾ നമുക്ക് വിറ്റ് ലാഭമുണ്ടാക്കാം. പക്ഷെ ഏതൊക്കെ സ്റ്റോക്കുകളാണ് വാങ്ങേണ്ടത്, വില കുറഞ്ഞിരിക്കുകയാണോ, എപ്പോൾ വിൽക്കണം എന്നൊന്നും ആലോചിച്ച് തല പോയിക്കേണ്ട കാര്യവുമില്ല. നിങ്ങൾ കാനറ HSBC ലൈഫിന്റെ BSE 500 എൻഹാൻസ്ഡ് വാല്യൂ 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFOയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഈ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജർ നോക്കിക്കോളും. അങ്ങനെ ഈ NFOയിലൂടെ ഇന്ത്യയിലെ ടോപ്പ് 15 അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഈ വരുന്ന ഏപ്രിൽ 15-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റിലും കൊടുത്തിട്ടുണ്ട്. അവിടെ മലയാളത്തിൽ കാര്യങ്ങളൊക്കെ കോളിലൂടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാനും ഇനി വേണമെങ്കിൽ അവരുടെ ഒരു ഏജന്റ് വീട്ടിൽ വന്ന് പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യവുമുണ്ട്. ഈ NFOയുടെ ഇൻഡെക്സിന്റെ റിട്ടേൺസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5-7 വർഷങ്ങളിൽ 30.5% 25.8% ശരാശരി റിട്ടേൺ ആണ് ഓരോ വർഷവും നൽകിയിട്ടുള്ളത്. ബാങ്കിലൊക്കെ 5-6% കിട്ടുന്നത് ഇതുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ എത്ര മടങ്ങാണ് റിട്ടേൺ എന്ന കാര്യം. ഇവിടെ NAV 10 രൂപയാണ് വരുന്നത്. നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ എമൗണ്ടും നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. മാസം അടയ്ക്കുന്ന എമൗണ്ടിന്റെ 120 ഇരട്ടി വരുന്ന ലൈഫ് കവർ ലഭിക്കുന്നതിനോടൊപ്പം വർഷത്തിൽ 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് ഉണ്ടായിരിക്കില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ 2 കോടിയൊക്കെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത അവിടെ നോക്കിയാൽ കാണാവുന്നതാണ്.
പിന്നെ ഇവിടെ 5 വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ളത് കൊണ്ട് അത്രയും കാലം തുടർച്ചയായി മാറ്റിവെക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എമൗണ്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ ഏപ്രിൽ 15 NFOയുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതായത് ഇനി 5 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലുമുള്ള ലിങ്കിൽ പോയി നോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. താല്പര്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. തിരികെ വരികയാണെങ്കിൽ ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ പാളിച്ചയായിട്ട് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രായേലിന് വ്യക്തമായ ഒരു എൻഡ് ഗെയിം പ്ലാൻ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ്. അതായത് കേവലം സൈനികമായ ആക്രമണങ്ങൾക്കപ്പുറം ഈ യുദ്ധം എവിടെ അവസാനിക്കണമെന്നോ ഇതിലൂടെ എന്ത് രാഷ്ട്രീയ നേട്ടമാണ് കൈവരിക്കണമെന്നോ ഉള്ള കാര്യത്തിൽ നെതന്യാഹുവിന് ഒരു വ്യക്തതയും ഇല്ലായിരുന്നു. അമേരിക്ക പറഞ്ഞു, അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടായി, യുദ്ധം ചെയ്തു. അത് മാത്രമാണ് അവിടെ സംഭവിച്ചത്. ഒരു ദിശവുമില്ലാത്ത ഈ സൈനിക മുന്നേറ്റം ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയെയും സുരക്ഷാ സംവിധാനങ്ങളെയും തളർത്തുക മാത്രമാണ് ചെയ്തത് എന്നതാണ് വസ്തുത. സൈന്യം അതിന്റെ കടമ നിർവഹിച്ചുവെങ്കിലും രാഷ്ട്രീയ നേതൃത്വം കൃത്യമായ ഒരു പദ്ധതിയില്ലാത്ത ഈ യുദ്ധം തുടർന്നത് ഇസ്രായേലിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴി തുറന്നത്. പ്രതിപക്ഷ നേതാവ് യയർ ലാപിഡ് ഉൾപ്പെടെയുള്ളവർ ഇതിനെ ഒരു നയതന്ത്ര ദുരന്തം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്രായേൽ ജനതയുടെ ആത്മവിശ്വാസം തകർന്നതിന്റെ സൂചന തന്നെയാണ് പറയുന്നത്. സൈനിക നടപടികളെ രാഷ്ട്രീയ വിജയമാക്കി മാറ്റുന്നതിൽ നെതന്യാഹു പരാജയപ്പെട്ടു എന്നത് ഇന്ന് ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിമർശനമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആഭ്യന്തരമായിട്ട് നെതന്യാഹുവിനെതിരെ ഈ യുദ്ധം തിരിച്ചടിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായ ചെറുത്തുനിൽപ്പ് കേവലം സൈനികം മാത്രമായിരുന്നില്ല, മറിച്ച് അവരുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ഉറച്ച തീരുമാനം തന്നെയായിരുന്നു അത്. ഇസ്രായേലിന്റെ പ്രകോപനങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ തങ്ങളുടെ ആത്മവീര്യം ഉയർത്തിപ്പിടിക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിലാകട്ടെ നെതന്യാഹുവിന്റെ നേതൃത്വത്തോടുള്ള അവിശ്വാസം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയുമാണ്. രാജ്യത്തിന്റെ സുരക്ഷയേക്കാൾ സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിന് മുൻഗണന നൽകുന്ന ഒരു ഭരണാധികാരി എന്ന നിലയിലാണ് ഇന്ന് നെതന്യാഹുവിനെ സ്വന്തം ജനത പോലും കാണുന്നത്. സൈന്യം എല്ലാം ചെയ്തു, പക്ഷെ രാഷ്ട്രീയ നേതൃത്വം തോറ്റു എന്ന ജനകീയ വിമർശനം ഇസ്രായേൽ നേരിടുന്ന ഭരണഘടനാപരമായ പ്രതിസന്ധിയെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത്യന്തികമായി ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇസ്രായേലിന്റെ പ്രതിച്ഛായ തകരുകയും ഇറാൻ തങ്ങളുടെ കരുത്ത് തെളിയിക്കുകയും ചെയ്തതോടെ ഈ യുദ്ധം നെതന്യാഹുവിന്റെ ഏറ്റവും വലിയ പരാജയമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തിനായിരുന്നു ഈ യുദ്ധം എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും ഉത്തരമില്ല. നയതന്ത്രപരമായ പാപ്പരത്വവും ലക്ഷ്യബോധമില്ലാത്ത യുദ്ധക്കൊതിയും ഒരു രാജ്യത്തെ എങ്ങനെയൊക്കെ പ്രതിസന്ധിയിലാക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ സംഘർഷത്തിന്റെ അനന്തര ഫലങ്ങൾ എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒടുവിൽ യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുകയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ പിന്മാറ്റം ഇറാന്റെ നയതന്ത്രപരവും പ്രതിരോധപരവുമായ വിജയത്തെ തന്നെയാണ് അടിവരയിട്ട് പറയുന്നത്. ലോകം മുഴുവൻ ഒരു ഏകധ്രുവ ശക്തിയായി അമേരിക്കയെ കണ്ടിരുന്ന കാലം മാറി മറിഞ്ഞു എന്ന് ഈ യുദ്ധത്തിന്റെ അന്ത്യം തെളിയിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അമേരിക്ക പെട്ടെന്ന് മലക്കം മറിഞ്ഞത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണല്ലേ. നമുക്ക് അതിലേക്ക് വരാം. ഇറാന്റെ തകർക്കാൻ കഴിയാത്ത പ്രതിരോധ ശേഷിയും സൈനിക നിലപാടുമാണ് അമേരിക്കയെ പുനർചിന്തനയ്ക്ക് പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. ഉപരോധങ്ങൾ കൊണ്ടൊരു രാജ്യത്തെ തളർത്താമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ വ്യാമോഹം ഇറാന്റെ കാര്യത്തിൽ ഫലിച്ചില്ല. നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അത് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ താല്പര്യങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും പൂർണ്ണമായും തകർക്കുമെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തു. ഇറാന്റെ അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും പ്രാദേശികമായി അവർക്കുള്ള സ്വാധീനവും യുദ്ധം ജയിക്കുക എന്നത് അസാധ്യമായ ഒന്നാണെന്ന് വൈറ്റ് ഹൗസിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതായത് ഇനിയും യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ ചെലവും അതുപോലെ വലിയ ബാധ്യതകളും വരുമെന്നും കാര്യം അവർ മനസ്സിലാക്കി. കൂടാതെ ആഗോളതലത്തിൽ അമേരിക്ക നേരിട്ട കടുത്ത സമ്മർദ്ദവും ഇതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് പറയേണ്ടതുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ ഒരു വൻ യുദ്ധം സൃഷ്ടിക്കാവുന്ന സാമ്പത്തിക തകർച്ചയെ വല്ലാതെ ഭയപ്പെടുകയാണ് ഉണ്ടായത്. എണ്ണവിലയിൽ ഉണ്ടാകുന്ന കുതിച്ചുചാട്ടവും ആഗോള വിപണിയിലെ അസ്ഥിരതയും അമേരിക്കയുടെ തന്നെ ആഭ്യന്തര രാഷ്ട്രീയത്തിന് ഭീഷണിയാകുമെന്ന് അവർ മനസ്സിലാക്കി. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും സാധാരണ ജനങ്ങളും ഈ അനാവശ്യ യുദ്ധത്തിനെതിരെ രംഗത്ത് വന്നതോടെ ഇസ്രായേലിനെ അന്ധമായി പിന്തുണയ്ക്കുന്നത് തങ്ങളുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്ന് അമേരിക്ക വല്ലാണ്ട് ഭയപ്പെടുകയും ചെയ്തു. ഒരു ആവശ്യവുമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായ ഈ യുദ്ധം ഇരു രാജ്യങ്ങളിലെ ജനതയ്ക്കും അതൃപ്തി ഉണ്ടാക്കി എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതായത് ഇസ്രായേലിലും അതുപോലെ അമേരിക്കയിലെയും ജനങ്ങൾ യുദ്ധത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ് ഉണ്ടായത്. ഇസ്രായേലിലെ പ്രധാന നഗരമായിട്ടുള്ള ടെല്ലവീവിൽ ആയിരക്കണക്കിന് ആളുകളാണ് നെതന്യാഹു സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയത്. യുദ്ധം ചെയ്ത് മതിയായില്ലേ എന്ന പ്രസക്തമായ ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. യുദ്ധം നീണ്ടുപോകുന്നതും രാജ്യത്തിന്റെ സുരക്ഷാ താല്പര്യങ്ങൾ അപകടത്തിലാക്കുന്നതും ജനങ്ങളെ പ്രകോപിപ്പിച്ച ഘടകങ്ങളാണ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി നെതന്യാഹു യുദ്ധം വലിച്ചു നീട്ടുകയാണ് എന്നും ഇതിനൊരു കൃത്യമായ പ്ലാൻ ഇല്ല എന്നും ജനങ്ങൾ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രതിപക്ഷ കക്ഷികളും സാധാരണക്കാരും ഒന്നു ചേർന്ന് നടത്തിയ ഈ പ്രതിഷേധങ്ങളിൽ പലപ്പോഴും പോലീസുമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയും നിരവധി പേർ
അറസ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഹെർസലിയ, ഹൈഫ തുടങ്ങിയ നഗരങ്ങളിലും സമാനമായ രീതിയിൽ യുദ്ധവിരുദ്ധ പ്രകടനങ്ങളും നടന്നിട്ടുണ്ട്. മാത്രമല്ല, അമേരിക്കയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെയും പശ്ചിമേഷ്യയിലെ സൈനിക ഇടപെടലുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. പ്രത്യേകിച്ച് യുവാക്കളും വിദ്യാർത്ഥികളും യുദ്ധത്തിനെതിരെ രംഗത്ത് വന്നു. അമേരിക്കയുടെ പണം ഇസ്രായേലിന് ആയുധങ്ങൾ വാങ്ങാൻ നൽകുന്നതിനെതിരെയും ഇറാനെതിരെ നേരിട്ടുള്ള യുദ്ധത്തിന് ഇറങ്ങുന്നതിനെതിരെയും വലിയ രീതിയിലുള്ള വികാരം ജനങ്ങൾക്കിടയിൽ രൂപപ്പെടാൻ തുടങ്ങി. പ്യൂ റിസർച്ച് സെന്റർ പോലുള്ള സ്ഥാപനങ്ങൾ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അമേരിക്കൻ ജനതയ്ക്കിടയിൽ ഇസ്രായേലിനോടും അതുപോലെ നെതന്യാഹുവിനോടുമുള്ള ആഭിമുഖ്യം വലിയ തോതിൽ കുറഞ്ഞു എന്ന കാര്യം തന്നെയാണ്. യുദ്ധം ആഗോള എണ്ണവില വർദ്ധിപ്പിക്കുന്നതും സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാകുന്നതും അമേരിക്കൻ പൗരന്മാരെ വല്ലാതെ ആശങ്കയിലാഴ്ത്തിയ ഘടകങ്ങളാണ്. രണ്ട് രാജ്യങ്ങളിലെയും ജനത കൈവിട്ടതോടെ പരാജയം അവർക്ക് സമ്മതിക്കേണ്ടതായി വന്നു. യഥാർത്ഥ നഷ്ടം ഇവിടെ ആർക്കാണ് സംഭവിച്ചത് എന്ന് മനസ്സിലായില്ലേ? പല രാജ്യങ്ങൾക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ഈ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അവരൊരിക്കലും അത് സമ്മതിച്ചു തരുമൊന്നും ഉണ്ടാവില്ല. പക്ഷേ യഥാർത്ഥ ചിത്രം അതാണ് നമ്മളോട് പറയുന്നത്. അവർക്ക് മാത്രമല്ല, നമ്മുടെ അടുക്കളയിൽ പോലും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ? അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് പലതരത്തിലും നമ്മളെ പ്രതികൂലമായി ബാധിക്കുമെങ്കിലും അതോടൊപ്പം ചില അവസരങ്ങളും നമുക്ക് വീണ് കിട്ടാറുണ്ട് എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത്തരത്തിൽ ഇന്ത്യയിലെ മികച്ച അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പണം വളർത്താനുള്ള അവസരത്തെ കുറിച്ച് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 15 വരെയാണ് നിങ്ങൾക്ക് ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. ഇനി 5 ദിവസം കൂടി മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്താനൊന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.